ദളിത് റൈറ്റർ ഓം പ്രകാശ് വാൽമീകി എഴുതിയ ഒരു വളരെ ടച്ചിങ് സ്റ്റോറിയാണ് ശവയാത്ര. ഓം പ്രകാശ് വാൽമീകി ആക്ച്വലി ദളിത് റൈറ്റേഴ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ശരൺ കുമാർ ലിംബാലെ, ഓം പ്രകാശ് വാൽമീകി ഇവർ രണ്ടുപേരും ദളിത് സാഹിത്യത്തിന് ഒരു വേറെ ഈസ്തറ്റിക്സ് ഓഫ് ലിറ്ററേച്ചർ വേണം എന്ന് പറഞ്ഞ് ബുക്സ് പബ്ലിഷ് ചെയ്തവരാണ്. ഒരുപാട് നല്ല റൈറ്റിങ്സ് ഉണ്ട്, ഇവരുടെ ആത്മകഥകളുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഈ ശവയാത്ര ദളിത് ലൈഫിൽ ഒരു പുതിയ പ്രകാശം വീശുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കരുതും സവർണരും ദളിതരും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്കറിയാവുന്നതാണ്. സമൂഹത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ കാസ്റ്റ് സിസ്റ്റം അതിൽ നിന്ന് വ്യത്യസ്തമായി ദളിതരുടെ ഇടയിൽ തന്നെ പിന്നെയും അൺടച്ചബിൾസ് ഉണ്ടെന്നുള്ള ഒരു പുതിയ അറിവാണ് ഈ കഥയിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം ഈ സ്റ്റോറി എന്താണ് നമ്മളോട് കൺവേ ചെയ്യുന്നത്. चमारों के गांव में बलहारों का एक परिवार था जो जोहड़ के पार रहता था. चमारों और बलहारों के बीच एक सीमा रेखा की तरह था जोहड़. ഒരു ഗ്രാമം, അവിടെ ചമാർ എന്ന് പറയുമ്പോൾ ദളിത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. അവർ താമസിക്കുന്ന ഒരു ഗ്രാമം. അതിൻ്റെ അവിടെ ഒരു ഓടയുണ്ടായിരുന്നു, ഒരു അല്പം വലിയ ഓട, അഴുക്ക് ചാല്, വെള്ളം ഒഴുകുന്ന അതിനെയാണ് ജോഹഡ് എന്ന് പറയുക. ആ ജോഹഡിൻ്റെ അപ്പുറത്ത് ഒരു കുടുംബം, അത് ബലഹാർ കുടുംബമാണ്. എന്ന് വെച്ചാൽ ചമാറിൽ നിന്നും അതിനേക്കാളും താന്ന ജാതി. അപ്പോൾ ആ ഒരു കുടുംബം ഒറ്റപ്പെട്ട് ആ ഒരു തോടിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ അഴുക്ക് ചാലിൽ വെള്ളം ഒഴുകുന്ന മഴ പെയ്യുമ്പം ഇത് നിറയുമ്പോൾ അവർക്ക് ഗ്രാമത്തിൽ വരാൻ ഒരു വഴിയില്ല. ഉണക്ക് സമയത്ത് ഇവരെങ്ങനെയെങ്കിലും ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും പോകാറുണ്ട്. बरसात के दिनों में जब जोहड़ पानी से भर जाता था तब बलहारों का संपर्क गांव से एकदम कट जाता था. बाकी समय में पानी कम हो जाने से किसी तरह वे पार करके गांव पहुंचते थे. यानी बलहारों के गांव तक जाने का कोई रास्ता नहीं था. അവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരു വഴിയുമില്ലായിരുന്നു. വഴി വേണമെന്ന് ആർക്കും തോന്നിയിട്ടുമില്ല. കാരണം എന്താണ്, അതിവിടെ പറയുന്നുണ്ട്. रास्ता बनाने की ज़रूरत कभी किसी ने महसूस ही नहीं की थी. जब किसी चमार को उनकी ज़रूरत पड़ती तो जोहड़ के किनारे खड़े होकर आवाज़ लगा देता. ഈ കുടുംബത്തിനൊരു വഴി ഉണ്ടാക്കണമെന്നുള്ള ചിന്ത ഈ ഗ്രാമത്തിലുള്ള ചമാർ അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് എന്തെങ്കിലും, ഈ കുടുംബത്തിലെ ആളുമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ ഈ തോടിൻ്റെ ഇപ്പുറത്ത് നിന്ന് ലൗഡായിട്ട് വിളിക്കും, അവരപ്പുറത്തുനിന്ന് വിളി കേൾക്കും. जोहड़ इतना बड़ा भी नहीं था कि बलहारों तक आवाज़ ही न पहुँचे. आवाज़ सुनकर वे बाहर आ जाते थे. സൗണ്ട് കേട്ടാൽ ഉടനെ, വിളിക്കുന്ന സൗണ്ട് കേട്ടാൽ ഉടനെ ഈ ബലഹാർ കുടുംബത്തിലെ ആൾക്കാർ വെളിയിൽ വന്ന് വിളി കേൾക്കുമായിരുന്നു. ഈ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? പരിവാർ में सिर्फ 2 जन ही रह गए थे. സുർജ ജിസ്കി ഉമ്ര ढल चुकी थी. പ്രായമായൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് സുർജ. और उसकी बेटी संतो जो शादी के तीसरे साल में ही विधवा होकर मायके लौट आई थी. പിന്നെ സുർജയുടെ മകളുണ്ട് സന്തോ. സന്തോയുടെ ലൈഫ് ഒരു ട്രാജഡി ആയിരുന്നു. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് 3 വർഷമായപ്പം തന്നെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ വിധവയായ സന്തോ ഈ സുർജയുടെ കൂടെയാണ് ഇവിടെ താമസിക്കുന്നത്. സുർജാക്കി ഘർവാലി കോ മരേ ഭി 3 साल ഹോ ഗയേ थे. സുർജയുടെ പത്നി, വൈഫ് മരിച്ചിട്ട് 3 വർഷമായി. घर बाहर की तमाम जिम्मेदारियां संतों ने संभाल रखी थी. സുർജ वैसे भी काफ़ी कमज़ोर हो चला था. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നത് ഈ വിധവയായ മകളാണ്. സുർജ പ്രായമായി. उसे सूझता भी कम था लेकिन फिर भी गांव के छोटे मोटे काम वह कर ही देता था. അയാൾക്ക് പ്രത്യേകിച്ച് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ അയാൾക്ക് ജോലി ചെയ്യുന്ന ആരോഗ്യമൊക്കെ കുറവായിരുന്നു. എന്നാലും അയാളെ കൊണ്ടൊക്കുന്ന ചെറിയ ജോലികളൊക്കെ അയാൾ ഗ്രാമത്തിൽ ചെയ്യുമായിരുന്നു. സുർജ का एक बेटा भी था जो 10-12 साल की उम्र में ही घर छोड़कर भाग गया था. അപ്പോൾ ഈ സുർജയ്ക്കൊരു മകനുണ്ടായിരുന്നു. 10-12 വയസ്സായപ്പം തന്നെ വീടും വിട്ടങ്ങ് ഓടിയായിരുന്നു, വീട്ടിൽ നിന്ന് ഒളിച്ചോടിയായിരുന്നു. कुछ साल इधर उधर भटकने के बाद उसे रेलवे में नौकरी लग गई थी. കുറേ നാൾ അവിടെ ഇവിടെ അലഞ്ഞിട്ട് അയാൾക്ക് റെയിൽവേയിൽ ജോലി കിട്ടി. इस नौकरी ने ही उसे पढ़ने लिखने की ओर आकर्षित किया था. इसी तरह उसने हाई स्कूल करके
तकनीकी प्रशिक्षण लिया और रेलवे में ही ഫിറ്റർ ഹോ ഗയാ था. അങ്ങനെ റെയിൽവേയിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വില മനസ്സിലായത്. അവിടുന്ന് തന്നെ ഹൈസ്കൂൾ പഠനമൊക്കെ പൂർത്തിയാക്കി. പിന്നെ ടെക്നിക്കൽ നോളജ് ഗെയിൻ ചെയ്തു. അങ്ങനെ റെയിൽവേയിൽ ഫിറ്ററായിട്ട് ജോലി ചെയ്തു. ഉസ്കാ നാം ക്യാ था? നാം था കല്ലു, ജോ അബ് കല്ലൻ ഹോ ഗയാ था. അയാളുടെ പേര് കല്ലു എന്നായിരുന്നു. പക്ഷേ ഇപ്പം കല്ലൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ഈ കല്ലു, കാല, ഈ ഇങ്ങനത്തെ പേരുകൾ, പേരിൽ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള പല പേരുകളാണ് ഈ ദളിതർക്ക് പണ്ടിട്ടിരുന്നത്. അപ്പോൾ ഇയാൾ ഇപ്പോൾ റെയിൽവേയിലൊക്കെ ജോലി ആയപ്പോൾ ആ കല്ലു എന്ന പേര് മാറ്റിയിട്ട് കല്ലൻ എന്ന് അറിയപ്പെടാനാണ് ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ ആഗ്രഹിച്ചത്. ജബ് സന്തോ की शादी हुई थी, सारा खर्च कल्लन ने ही उठाया था. सुरजा के पास तो फूटी कौड़ी भी नहीं थी. कल्लन की शादी भी रेलवे कॉलोनी में ही हो गई थी. उसके ससुर भी रेलवे में ही थे. അപ്പോൾ ഈ സന്തോടെ വിവാഹം നടന്ന സമയത്ത് എല്ലാ ചിലവും ആരാണ് നോക്കിയത്? കല്ലനാണ് നോക്കിയത്. സുർജയുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഫൂട്ടി കോടി ബി നഹി थी. കല്ലൻ की शादी भी रेलवे कॉलोनी में ही हो गई थी. അപ്പോൾ കല്ലൻ്റെ വിവാഹം റെയിൽവേ കോളനിയിൽ തന്നെ നടന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനും റെയിൽവേയിലായിരുന്നു ജോലി. പഠി ലിഖി പത്നി മിലി थी. നല്ല വിദ്യാഭ്യാസമുള്ള ഭാര്യയായിരുന്നു. जिसके कारण उसके रहन सहन में फ़र्क आ गया था. उसके जीवन का ढर्रा ही बदल गया था. ഇപ്പോൾ വൈഫ് പഠിത്തമുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വൈഫ് കിട്ടിയതിന് ശേഷം കല്ലൻ്റെ ജീവിതത്തിൻ്റെ രീതികൾ തന്നെ അങ്ങ് മാറിയിരുന്നു. നാച്ചുറലാണത്. അപ്പോൾ കല്ലൻ്റെ ലൈഫ് സ്റ്റൈലിൽ അല്പം മാറ്റം വന്നിരുന്നു. गाँव वह यदा कदा ही आता था, लेकिन जब भी वह गाँव आता चमार उसे അജീബ് സി നസറോ സെ ദേഖ്തേ थे. വല്ലപ്പോഴുമാണ് ഗ്രാമത്തിൽ വരുന്നത്. വരുമ്പോഴോ ഈ ചമാർ എല്ലാവരും വളരെ അത്ഭുത ജീവിയെ നോക്കുന്ന പോലാണ് ഇയാളെ നോക്കിയിരുന്നത്. കല്ലൻ സെ കല്ലു ഹോ ജാനെ കോ വേ സ്വീകാർ നഹി കർ പാ രഹേ थे. അവർക്കത് സഹിക്കുന്നില്ല. ഈ പയ്യൻ കല്ലു എന്നറിയപ്പെടുന്ന കല്ലു കല്ലനാകുന്നത് അവർക്കൊട്ടും സഹിക്കുന്നില്ല. ഉൻകി ദൃഷ്ടി മേ വഹ അഭി ഭി ബലഹാർ ഹി था. समाज व्यवस्था में सबसे नीचे, यानी अछूतों में भी अछूत. അവരുടെ കാഴ്ചപ്പാടിൽ ഈ കല്ലു എപ്പോഴും കല്ലു തന്നെ. അതും ബലഹാർ കുടുംബം, ആ തോടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന, ആ അഴുക്ക് ചാലിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ദളിതറിൽ ദളിത്, അൺടച്ചബിൾസിൽ അൺടച്ചബിൾ. അവനിങ്ങനെ റെയിൽവേയിൽ ജോലിയാവുന്നതും കല്ലൻ പേര് മാറ്റുന്നതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. गाँव में वह अपने आप को अकेला महसूस करता था. परिवार के बाहर एक भी ऐसा व्यक्ति नहीं था जिससे वह 2 घड़ी बतिया सके. गाँव के पढ़े लिखे लोग भी उससे कटे कटे रहते थे. ഗ്രാമത്തിൽ വരുമ്പോണ്ടല്ലോ ഈ ദളിതർ, ഈ ചമാർ, അവരാരും ഈ പയ്യനുമായിട്ട് സഹകരിക്കത്തില്ല, ഈ കല്ലുമായിട്ട്. കുടുംബത്തിലല്ലാതെ മറ്റ് ആരും ഇയാളോട് മിണ്ടത്തില്ല. ഇവൻ പഠിത്തമുള്ളവർ പോലും, ഗ്രാമത്തിൽ അല്പം വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ കല്ലനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആഖിർ വ ഥാ തോ ബൽഹാർ ഹി ജോഹഡ് പാർ രഹനെ വാല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ഇയാൾ എന്തൊക്കെ സിറ്റി പോയി താമസിച്ചാലും റെയിൽവേയിൽ ജോലിയൊക്കെ ആയാലും എന്തായാലും ഇയാൾ ബൽഹാറിൻ്റെ മകൻ തന്നെ. അതും ആ അഴുക്ക് ചാലിനപ്പുറത്ത് താമസിക്കുന്ന ബൽഹാർ തന്നെ. അതുകൊണ്ട് അവർ ഇവനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യത്തില്ല. गाँव वाले उसे कल्लू बल्हार ही कहकर बुलाते थे. उसे यह संबोधन अच्छा नहीं लगता था. नश्तर की तरह उसे बींद कर हीन भावना से भर देता था. ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഇവനെ ജാതി ചേർത്തായിരുന്നു വിളിക്കുന്നത്. കല്ലു ബൽഹാറിനെ വിളിക്കുകയുള്ളൂ. അങ്ങനെ സംബോധനം ചെയ്യുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല തീരെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് കേട്ട് കേട്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് നിറയല്ലാതെ വേറെ നിവർത്തിയില്ല. इस बार वह काफ़ी दिन बाद गांव आया था. उसने आते ही सुरजा से कहा, बापू मेरे साथ दिल्ली चलो. सरकारी मकान में सब एक साथ रह लेंगे. ഈ പ്രാവശ്യം ഒരുപാട് നാളിന് ശേഷമാണ് കല്ലൻ ഗ്രാമത്തിൽ വന്നത്. ഗ്രാമത്തിൽ വരുന്നതേ കല്ലൻ ഇഷ്ടമല്ല. കാരണം ആരും മിണ്ടാനൊന്നുമില്ല. വന്നപ്പോൾ
കല്ലൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഡൽഹിയിൽ പോയി താമസിക്കാം, റെയിൽവേ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാം. നാ ബേട്ടെ, ഇബ് ആഖിരി ബഖത് മേ യോ ഗാവ് ക്യോ ഛുഡ്വാവേ. അപ്പോൾ അച്ഛൻ പഴയ ചിന്താഗതിയിലുള്ള ആളാണ്. പ്രായമുള്ള ആൾക്കാർ പറയുന്ന പോലെ, ഇല്ല ഇല്ല, ഈ വയസ്സാം കാലത്ത് ഞാൻ ഈ ഗ്രാമം വിട്ടെങ്ങും പോകാനില്ല. പുർഖോ നെ യഹാ ആക്കെ കിസി ജമാനെ മേ ഡേര ഡാലാ ഥാ. ഹമാരെ പുർഖോനെ, ഞങ്ങളുടെ പൂർവികർ, നമ്മുടെ പൂർവികർ ഇവിടെ വന്ന് ഏതോ കാലത്ത് ഇവിടെ വന്ന് താമസം തുടങ്ങി. യഹീ മർ ഖപ് ഗയെ, അവരിവിടെ തന്നെ ജീവിച്ചു മരിച്ചു. ഇസി മിട്ടി മേ ഇസ് ജോഹഡ് കി ഡേങ്ക് പേ രഹ കെ ജിന്ദഗി കാട്ട് ദി. ഞാനും എൻ്റെ ജീവിതം ഈ ഒരു അഴുക്ക് ചാലിൻ്റെ അടുത്ത് തന്നെയാണ്, ഈ മണ്ണിലാണ് ഞാൻ ജീവിച്ച് തീർത്തത്. അതുകൊണ്ട് എനിക്ക് ഈ ലാസ്റ്റ് മിനിറ്റിൽ വയസ്സാം കാലത്ത് ഇവിടുന്ന് പറിച്ചു നടാലൊന്നും എനിക്ക് നടക്കില്ല. सुरजा ने आंखें मिच मिचाकर अपने मन की बात कही थी, जैसे अतीत में वह कुछ ढूंढ रहा था. സുർജ ഇങ്ങനെ പൂർവികരുടെ കാര്യവും ആലോചിച്ച് തൻ്റെ ഭൂതകാലവും ആലോചിച്ച് അതിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അയാൾക്കൊരിക്കലും മകൻ്റെ കൂടെ, ഈ ഗ്രാമത്തിൽ അവർക്കൊരു വിലയുമില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള സത്യം ഒരു വശത്ത് കിടക്കുന്നെങ്കിലും ജീവിച്ചു വളർന്ന മണ്ണ് വിട്ടിട്ട് പോകാൻ സുർജയ്ക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. കല്ലൻ ने संतों की ओर देखा, वह तो चाहती थी इस जहालत से छुटकारा मिले. അപ്പോൾ പിന്നെ ആ കുടുംബത്തിലുള്ളത് വിധവയായ പെങ്ങളാണ്. കല്ലൻ വളരെ ആഗ്രഹത്തോടുകൂടി സന്തോടെ അഭിപ്രായം അറിയാൻ വേണ്ടി അങ്ങോട്ട് നോക്കും. സന്തോയ്ക്ക് ആക്ച്വലി ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ലേക്കിൻ बापू की बात काटने का उसमें न कभी पहले हौसला था न अब है. പക്ഷേ അച്ഛൻ പറയുന്നത് മറുത്ത് പറയാൻ, അച്ഛൻ പറയുന്നതിന് എതിർത്ത് പറയാൻ സന്തോയ്ക്ക് അന്നും ഇന്നും ധൈര്യമില്ലായിരുന്നു. तो उसने क्या किया, चुपचाप बैठकर पैर के अंगूठे से मिट्टी कुरेदने लगी थी. മിണ്ടാതിരുന്ന് കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് മണ്ണിങ്ങനെ മാന്തി എന്ന് വെച്ചാൽ അത് കണ്ടാലറിയാം സന്തോയ്ക്ക് ആഗ്രഹമുണ്ട് സിറ്റി പോകണമെന്ന്, സഹോദരൻ്റെ കൂടെ ഈ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും പറയാനും പറ്റുന്നില്ല. जैसे उसका सोच उसे कहीं बहुत दूर ले जा रहा था, जहाँ दूर दूर तक भी कोई किनारा दिखाई नहीं पड़ता था. ആലോചിച്ചിട്ട് സന്തോയ്ക്ക് ഒരു അന്തവും കിട്ടുന്നില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നു. कल्लन ने जोर देकर कहा, बापू यहाँ ना तो इज्जत है न रोटी, चमारों की नज़र में भी हम सिर्फ बल्हार हैं. यहाँ तुम्हारी वजह से आना पड़ता है. मेरे बच्चे यहाँ आना नहीं चाहते, उन्हें यहाँ अच्छा ही नहीं लगता. അപ്പോൾ കല്ലൻ മനസ്സിലാക്കി കൊടുക്കും, അച്ഛാ ഇവിടെ നമുക്കൊരു റെസ്പെക്റ്റും ഇല്ല, നമുക്ക് റൊട്ടി കിട്ടാനുള്ള വകുപ്പും ഇല്ല, ചമാറുകളുടെ ഒരു നോട്ടത്തിൽ നമ്മൾ വെറും ബൽഹാറാണ്, അവരെക്കാളും താന്ന ജാതി. യഹാ തുമാരി വജസെ ആനാ പടുത്തായ, അച്ഛൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ വരേണ്ടി വരുന്നത്, എൻ്റെ മക്കൾക്ക് ഇവിടെ വരുന്ന ഇഷ്ടമല്ല, അവർക്കിവിടെ വരുന്ന ഇഷ്ടമേ അല്ല. ഉസ്കി ബാത്ത് ബീച്ച് മേ ഹി കാട്ട് കർ സുർജ ബോല. അപ്പോൾ മകൻ ഇത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ സുർജ പറയും, തോ ബേട്ടെ ഹിയാ മത്ത് ആയാ കർ. മോൻ ഇവിടെ വരാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വരണ്ട. മാരി തോ കട്ട് ജാഗി ഇസി തറ, എൻ്റെ ജീവിതം ഇത്രയും നാൾ പോയതുപോലെ അങ്ങ് പോകും. ബസ് സന്തോ കി ഫിക്കർ ഹെ, എനിക്ക് സന്തോടെ കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത. യോ അക്കേലി രह जाएगी, यो टूटा फूटा घर भी शायद अगली बारिश ना देख पावे. तुझे तो मारी चिंता है तो तू इस घर को पक्का बनवा दे. അപ്പോൾ ഉള്ള കാര്യം സുർജ മനസ്സിലെ കുറേ നാൾ അടക്കി വെച്ചിരുന്ന ഒരു ആഗ്രഹം സുർജ പറയും, നോക്കൂ എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പോകും, പക്ഷേ എനിക്ക് ഈ മകളുടെ കാര്യം അല്പം ടെൻഷനുണ്ട്. ഈ വീട് എന്ന് ഇടിഞ്ഞ് വീഴുമെന്ന് അറിയില്ല, ഒരു ഉറപ്പുള്ള വീടല്ല, കച്ചാ മക്കാനാണ്. നിനക്ക് അല്പമെങ്കിലും ഞങ്ങളോടൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ ഒരു ചിന്തയുണ്ടെങ്കിൽ നീ ഈ വീടൊന്ന് പുതുക്കി പണിത് ഒന്ന് ഉറപ്പുള്ള വീടാക്കുക. सुरजा के मन में यह बात कई बार आई थी, लेकिन कह नहीं पाया. आज मौका पाकर कह दिया. ഇപ്പോൾ സുർജയുടെ മനസ്സിൽ ഈ ഒരു ഐഡിയ കുറേ നാളുകൊണ്ടേ ഉണ്ട്, പക്ഷേ ഇതുവരെ പറയാൻ പറ്റിയില്ല. ഇന്ന് അവസരം കിട്ടിയപ്പോൾ അങ്ങ് പറഞ്ഞു. बापू मेरे पास जो 2-4 पैसे हैं उन्हें यहाँ लगाकर क्या होगा, आपके बाद मैं तो यहाँ रहूँगा नहीं, संतो मेरे साथ दिल्ली चली जाएगी. कल्लन ने साफ साफ कह दिया.
അപ്പം കല്ലൻ പറയും, ഇത് കേട്ടിട്ട് പറയും, ഇവിടെ വീട് ഉറപ്പുള്ള വീട് വെക്കുന്ന കാര്യം ഐഡിയ ഇട്ടപ്പോൾ തന്നെ മകൻ പറയും, അച്ഛാ എൻ്റെ കയ്യിൽ ആകെ 4 കാശുണ്ട്, അത് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? കാരണം അച്ഛൻ്റെ കാലശേഷം ഞാൻ ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. സന്തോയെ ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോകും. സുൻതേ ഹി സുർജ ഭടക് ഗയാ, ഉസ്കി മുँह से गालियाँ फूटने लगी. കേട്ട പാടെ ആ വയസ്സായ സുർജയ്ക്ക് കലി വന്ന് അയാൾ എന്തൊക്കെയോ ചീത്ത വിളിക്കാൻ തുടങ്ങി. ചില്ലാക്കർ ബോല, തൂ മേരെ മർനെ കാ ഇന്തസാർ ഭി ക്യോं करे है. ദേഷ്യപ്പെട്ട് പറയും, നീ എന്തിന് ഞാൻ ചാവാൻ വേണ്ടി കാത്തിരിക്കുന്നു? ഇസേ ആജ് ഹി ലേ ജാ, ഇന്ന് തന്നെ വേണേ പെങ്ങളെ കൊണ്ടുപോകും. और हाँ अपने पैसों की घौंस मुझे ना दिखा. പിന്നെ ഒരു കാര്യം, നിൻ്റെ കയ്യിൽ 4 കാശ് വന്ന നെഗളിപ്പൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. अपने धौरे रख, जहाँ इतनी कटगी है ആകെ ഭി കട്ടി ജാഗി. ഇതുവരെ ജീവിതം പോയല്ലോ, ഈ ഒരു ഉറപ്പില്ലാത്ത വീട്ടിലല്ലേ ഞങ്ങൾ ജീവിച്ചത്, ഞങ്ങൾ ഇനി ഞാൻ അങ്ങനെ ജീവിച്ചോളാം. ഉൻ ദോനോ കെ ബീച്ച് ജैसे अचानक संवाद सूत्र बिखर गए थे. खामोशी उनके इर्द गिर्द फैल गई थी. അച്ഛനും മകനും തമ്മിൽ പെട്ടെന്ന് ഈ സംഭാഷണം ഇങ്ങനെ ചൂടുപിടിച്ചപ്പോൾ ഒരു അകൽച്ച പോലെ വന്നു. രണ്ടുപേരും സൈലൻ്റായി. സുബഹ ഹോത്തെ ഹി കല്ലൻ ദില്ലി ചലാ ഗയാ ഥാ. രാവിലെ ആയപ്പം കല്ലൻ അങ്ങ് ദില്ലിയിലേക്ക് പോയി. पैसों का बंदोबस्त करके वह हफ्ते भर में लौट आया था. പൈസ എല്ലാം ഒപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന് കല്ലൻ. साथ में पत्नी सरोज और 10 साल की बेटी सलोनी भी आई थी. तो इस बार वो अकेला नहीं आया था. ഈ പ്രാവശ്യം വന്നപ്പം വൈഫും ഉണ്ട്. വൈഫിൻ്റെ പേര് സരോജ്, പിന്നെ ഒരു 10 വയസ്സുള്ള മോളുണ്ട് സലോനി. ബേട്ടെ കോ വേ ഉസ്കി നനിഹാൽ മേ ഛോഡ് കർ ആ ഗയേ ഥേ. ഒരു മകനും ഉണ്ട്, പക്ഷെ മകനെ വൈഫ് ഹൗസിൽ വിട്ടിട്ടിങ്ങ് വന്നു. कल्लन ने आते ही बापू से कहा, किसी मिस्त्री से बात करो, कल ईंटों का ट्रक आ जाएगा. വന്ന ഉടനെ ആദ്യം കല്ലൻ അച്ഛനോട് പറഞ്ഞ വാക്കാണ്, ഏതെങ്കിലും ഒരു മേസ്രിയെ ശരിയാക്ക്, വീടുണ്ടാക്കാൻ നാളെ തന്നെ ഇഷ്ടികയൊക്കെ ഇറക്കാം. सुनते ही सुरजा की आंखों में चमक आ गई थी. उसे कल्लन की बात पर विश्वास ही नहीं हुआ था, लेकिन कल्लन ने उसे विश्वास दिला दिया था. वह उसी वक्त മിസ്ത്രി की तलाश में निकल पड़ा था. മകൻ ഈ ഇങ്ങനെ ഒരു വീട് വെക്കാൻ സമ്മതിച്ചെന്നുള്ളത് സുർജയ്ക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കല്ലൻ പറയുന്നത് വിശ്വസിക്കാനേ പറ്റിയില്ല. പിന്നെ കല്ലൻ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പോൾ തന്നെ സുർജ ഒരു മേസ്രിയെ തിരക്കി ഇറങ്ങി, വളരെ ആവേശത്തോടുകൂടി. गांव में ज़्यादातर मकान सूरतराम ठेकेदार ने बनाए थे. सुरजा उसी के पास पहुंचा. ठेकेदार जी, हमारा भी एक मकान बना दो. ആ ഗ്രാമത്തിൽ മിക്ക വീടുകളും ഉണ്ടാക്കിയത് സൂരത് റാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സുർജയും എത്തി. എന്നിട്ട് പറയും, കോൺട്രാക്ടർ എനിക്കൊരു വീട് ഉണ്ടാക്കി തരണം. सूरत राम ने पहले तो सुरजा को ऊपर से नीचे तक देखा. तन पर ढंग का कपड़ा नहीं और चला है पक्का मकान बनवाने. സൂറത്ത് റാം അവനെ ഒന്ന് തുറിച്ച് നോക്കും, സുർജനെ അടിമുടി ഒന്ന് നോക്കും. ശരീരത്തിൽ ശരിക്കും പറഞ്ഞാൽ നേരെ ചൊവ്വേ വസ്ത്രമില്ല, എന്നിട്ട് വീടുണ്ടാക്കാൻ വന്നിരിക്കുന്നു. സൂറത്ത് റാം ജൽദി മേ ഥാ, ഉസേ കहीं जाना था. उसने हंसकर सुरजा को टाल दिया. അപ്പോൾ സൂറത്ത് റാമിന് ഒന്നാമതേ ഇത് ഇഷ്ടമല്ല, ഈ ബലഹാർ ഇങ്ങനെ ഒരു വീടുണ്ടാക്കുന്ന ഒരു കാര്യം ചിന്തിക്കാൻ പോലും സൂറത്ത് റാമിന് വയ്യ. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തോ ധൃതി ഉണ്ടെന്നും പറഞ്ഞ് ഈ സുർജയുടെ അടുത്ത് പറയും, ആജ് तो ടൈം ना है, फिर बात करेंगे. ഇന്ന് എൻ്റെ കയ്യിൽ സമയമൊന്നുമില്ല, പിന്നെ സംസാരിക്കാം. സുർജാനെ ഹാർ नहीं मानी. सुबह ही वह मुँह अंधेरे निकल पड़ा था. पास के गांव में साबिर मिस्त्री था, पुराना कारीगर. सुरजा ने उसे अपने आने का मकसद बताया. അപ്പോൾ സുർജ ഈ ആദ്യത്തെ ആൾ കോൺട്രാക്ടർ സൂരത്ത് റാം പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം സുർജ അത് പിൻവലിയാൻ തയ്യാറല്ലായിരുന്നു. അടുത്ത ആളുടെ അടുത്ത് പോയി. അടുത്ത ഗ്രാമത്തിൽ സാബിർ എന്ന് പറഞ്ഞൊരു മേസ്ത്രി ഉണ്ടായിരുന്നു, പഴയ ഒരു പണിക്കാരനാണ്. അയാളോട് കാര്യം പറയും. സാബിർ മാൻ ഗയാ ഥാ. ठीक है, मैं कल आके देख लूँगा, अपना मेहनताना पेशगी लूँगा. സാബിർ കേട്ട ഉടനെ സമ്മതിച്ചു. ശരി, ഓക്കെ, ഞാൻ നാളെ വന്ന് എല്ലാം നോക്കാം.
പക്ഷെ ഒരു കാര്യമുണ്ട്, മീര മെഹനത്താന പേശുഗി ലൂങ്ക, എനിക്ക് കിട്ടേണ്ട പൈസ ഞാൻ അഡ്വാൻസ് ആയിട്ട് മേടിക്കും. ठीक है मिस्त्री जी, कल आ जाओ, जोहड़ पे ही हमारा घर है. സുർജ अपनी खुशी छिपा नहीं पा रहा था. ഇപ്പം സാബിർ മേശ്രി വരാമെന്ന് ഏറ്റപ്പം സുർജയ്ക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ജോഹഡിൻ്റെ അപ്പുറത്ത്, ആ തോടിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ വീട്, നാളെ തന്നെ വരണേന്നും പറഞ്ഞ് ഇവർ പിരിയും. लौटते समय उसके पाँव ज़मीन पर नहीं पड़ रहे थे. कमज़ोर शरीर में भी जैसे स्फूर्ति भर गई थी. അയാൾക്ക് പ്രായം കാരണം ശരീരം ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷം അയാളുടെ മനസ്സിൽ, അയാളുടെ ക്ഷീണമെല്ലാം അങ്ങ് അകറ്റി. വളരെ സന്തോഷത്തോടുകൂടി അയാൾ തിരിച്ച് വീട്ടിൽ വന്നു. ജബ് തക് വഹ ലौट कर घर पहुंचा, ईंटें आ चुकी थी. लाल लाल ईंटों को देखकर सुरजा अपनी थकावट भूल गया था. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ സുർജ കാണുന്ന കാഴ്ച എന്താണ്? നല്ല ഇഷ്ടിക, ചുമന്ന ഇഷ്ടികകളെല്ലാം ഇറക്കി. അപ്പോൾ അത് കണ്ടപ്പോൾ അയാൾക്ക് അങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. ഉസ്നെ ऐसी खुशी इससे पहले कभी महसूस ही नहीं की थी. ഇത്രയും സന്തോഷം അയാളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. जोहड़ पार ईंटें उतरती देखना गांव के लिए किसी आश्चर्य से कम नहीं था. ഇത് തോടിൻ്റെ അപ്പുറത്ത് കല്ലുകളൊക്കെ, ഇഷ്ടികയൊക്കെ വന്നിറങ്ങിയത് ഗ്രാമത്തിലുള്ളവർക്ക് അതിശയം കൊണ്ടിരിക്കാൻ വയ്യ. കാരണം അവർക്ക് വിശ്വസിക്കാൻ വയ്യ ഇത്രയും താന്ന ജാതിയിലുള്ള ഒരു കൂട്ടർ വീട് വെക്കുന്നെന്നുള്ളത്. पूरे गांव में जैसे भूचाल आ गया था. गांव के कई लोग जोहड़ के किनारे खड़े थे. ഗ്രാമം മുഴുവനും ആ തോടിൻ്റെ അപ്പുറത്ത് നിന്ന് ഈ കാഴ്ച കാണുമായിരുന്നു. ഒരു ഭൂകമ്പം വന്നതുപോലാണ് ഈ കുടുംബം ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ചപ്പം ആ ഗ്രാമത്തിലുള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. रामजीलाल कीर्तन सभा का प्रधान था. रविदास जयंती पर रात भर कीर्तन चलता था. भीड़ में वह भी खड़ा था. जब उससे रहा नहीं गया तो चिल्लाकर बोला, अबे ओ सुरजा, यूं ईंटें कौन लाया है. ആ ആൾക്കൂട്ടത്തിൽ രാംജിലാലും ഉണ്ടായിരുന്നു. അയാൾ കീർത്തൻ സഭയുടെ പ്രധാനമായിരുന്നു. രവിദാസ് ജയന്തിയിലൊക്കെ കീർത്തൻ നടക്കും. ഈ രവിദാസ് ജയന്തിയൊക്കെ ആഘോഷിക്കുന്നത് ദളിതരാണ്. അതിലെ ഒരു വ്യക്തിയാണ് ഈ രാംജിലാൽ. എന്നിട്ട് അയാൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു ദളിതന് തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല, ഈ ബൽഹാർ ഇങ്ങനെ ഒരു വീട് വെക്കുന്നെന്നുള്ളത്. അപ്പോൾ അയാൾ അപ്പുറത്തെ തോടിൻ്റെ അപ്പുറത്ത് നിന്ന് വിളിച്ചു ചോദിക്കും, അബയോ സുർജ, യോ ഈട്ടെ കോൺ ലായാ ഹെ. ഈ ഇഷ്ടികയൊക്കെ ആരാണ് കൊണ്ടുവന്നെന്ന് ദേഷ്യത്തിൽ ചോദിക്കും. सुरजा ने उत्साहित होकर कहा, अजी बस हमारा कल्लन पक्का घर बनवा रिया है. ഇപ്പം സുർജ വളരെ ആവേശത്തിൽ പറയുന്നത്, എൻ്റെ മോൻ കല്ലൻ ഒരു ഉറപ്പുള്ള വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. രാംജിലാൽ കി ആഖേं ഫട്ടി കി ഫട്ടി രഹ ഗയി. രാംജിലാലിന് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ, കണ്ണൊക്കെ അങ്ങ് തള്ളി. अपने भीतर उठते ईर्ष्या देश को दबाकर उसने कहा, यूँ तो चौकी बात है सुरजा, पर पक्का मकान बनवाने से पहले प्रधान जी से तो पूछ लिया था या नहीं. അതൊക്കെ കൊള്ളാം, വീട് വെക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം, വീട് വെക്കുന്നതിന് മുമ്പ് ഗ്രാമത്തിലെ പ്രധാൻ, ഗ്രാമത്തിലെ മുഖ്യ, തലവനോട് ചോദിച്ചോ. रामजीलाल की बात तीर की तरह सुरजा के सीने में उतर गई. उसे लगा जैसे कोई सूदखोर साहूकार सामने खड़ा धमकी दे रहा है. രാംജിലാലിൻ്റെ ഈ ഒരു ചോദ്യം ഒരു അമ്പ് വന്ന് കൊള്ളുന്ന പോലാണ് നെഞ്ചത്ത് വന്ന് കൊണ്ടത്, സുർജയുടെ നെഞ്ചത്ത്. ഗുസ്സെ पर काबू पाने का असफल प्रयास करते हुए सुरजा गुर्राया, प्रधान से क्या पूछना. ദേഷ്യം അങ്ങോട്ട് കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും സുർജ ചോദിക്കും, എന്തിനാണ് ഈ തലവനോട് ചോദിക്കുന്നത്, ഞാൻ വീട് വെക്കുന്നതിന് എന്തിനാണ് തലവനോട് ചോദിക്കുന്നത്. ഫിർ ഭീ പൂച്ച് തോ ലേനാ ചാഹിയേ താ. അപ്പം വളരെ അർത്ഥം വെച്ച് പറയും, ചോദിക്കേണ്ടതായിരുന്നു. കഹക്കർ രാംജിലാൽ തോ ചലാ ഗയാ, ലേക്കിൻ സുർജ കോ സംശയ മേ ഡാൽ ഗയാ താ. ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു, ഈ ഒറ്റ പറച്ചിൽ ചോദിക്കേണ്ടതായിരുന്നു. അത് കേട്ടപ്പം തന്നെ സുർജയ്ക്ക് മനസ്സിലായി ഇതാകെ പ്രശ്നമാകാൻ പോവാണെന്ന്. रामजीलाल सीधा प्रधान के पास पहुंचा. जोहड़ पार के हालात नमक मिर्च लगाकर उसने प्रधान बलराम सिंह के सामने रखे.
बलराम सिंह ने उस वक्त कोई प्रतिक्रिया जाहिर नहीं की, सिर्फ सिर हिलाकर മൂച്ചോं पर हाथ फेरता रहा. രാംജിലാൽ ആ സമയത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം ഉപ്പും മുളകുമൊക്കെ ചേർത്ത് പ്രധാൻ ഗ്രാമത്തിലെ തലവൻ ബൽറാം സിംഗിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. ബൽറാം സിംഗിനും ഉള്ളിൽ ദേഷ്യവും അസൂയയും എല്ലാം കൂടെ പൊന്തി വന്നു. ആ സമയത്ത് അയാൾ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ മീശയൊക്കെ തടവി ഇങ്ങനെ ഇരുന്നു. പ്രധാൻ ജി ബി ഘാക് था. वह रामजी लाल की फितरत से वाकिफ था. उसके चले जाने के बाद वह कुछ गमगीन सा हो गया था. അപ്പം ഇത് കേട്ടിട്ട് തലവനും ആകെ വിഷമം. ഒരു ബലഹാർ വീട് വെക്കുന്നു, കാലം പോയ പോക്കെ. सुरजा बलहार पक्का मकान बनवा रहा है, यह बात उसे बेचैन करने के लिए काफ़ी थी. ആകെ അയാൾക്ക് അങ്ങ് ടെൻഷനായി. ഒരു ബലഹാർ, സുർജ ബലഹാർ വീട് വെക്കുന്നു. वैसे भी सुरजा गांव के लिए अब उतना उपयोगी नहीं था. അപ്പം അയാൾ ആലോചിക്കുവാണ്, അല്ലെങ്കിലും ഈ സുർജയെ കൊണ്ട് ഇപ്പം ഗ്രാമത്തിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല. यह खबर पूरे गांव में फैल गई थी. जोहड़ पार बलहारों का पक्का मकान बन रहा है. रेलवे की कमाई है, ईंटों का ट्रक आ गया है, सीमेंट रेत बजरी सरिये आ रहे हैं. ഈ ഒരു വാർത്ത ഗ്രാമത്തിൽ അങ്ങ് തീ പോലെ പടർന്നു. എന്താണ്? തോടിൻ്റെ അപ്പുറത്ത് ബലഹാർ, ആ താന്ന ജാതിക്കാർ ഉറപ്പുള്ള വീട് വെക്കുന്നു. അവിടെ കല്ല്, മണ്ണ്, സിമൻറ്റ്, കമ്പി, മെറ്റൽ എല്ലാം ഇറങ്ങുന്നു. बात फैलते फैलते इतनी फैल गई कि मकान नहीं गांव की छाती पर हवेली बनेगी. വാർത്ത ഇങ്ങനെ തീ പോലെ പടർന്ന് അവസാനം പടർന്ന് എന്താണ് പറയുന്നത്? ഗ്രാമത്തിലെ നെഞ്ചത്ത് വീടല്ല, അവർ വലിയ കൊട്ടാരമാണ് വെക്കാൻ പോകുന്നത്. खिड़की दरवाज़ों के लिए सागौन की लकड़ी आ रही. വളരെ വിലപിടിപ്പുള്ള തടിയാണ് കതകിനും ജനലിനുമെല്ലാം. सुना है रंगीन संगमरमर के टाइल भी आ रहे हैं. വലിയ വലിയ കളർഫുൾ ടൈൽസ് വരുന്നു, നല്ല ടൈൽസ് വരുന്നു, കളർഫുൾ ടൈൽസാണ് വരുന്നത്. ജിത്തനെ മൂ ഉത്തനി ബാത്തേ. എത്ര പേരുണ്ടോ അത്രയും ഈ വാർത്ത ഇങ്ങനെ പൊലിപ്പിച്ച് സ്പ്രെഡ് ചെയ്ത് പോവും. अगले दिन सुबह ही प्रधान का आदमी आ धमका था जोहड़ के किनारे. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തലവൻ്റെ ആൾ വന്ന് നിൽക്കുകയാണ്. എവിടെ? സുർജയുടെ വീടിൻ്റെ ആ തോടിൻ്റെ അപ്പുറത്ത്. സുർജാക്കോ മൻ മാർക്കെ ഉസ്കെ സാത്ത് ജാനാപ്പട. ഇപ്പം സുർജയ്ക്ക് ആഗ്രഹമില്ലെങ്കിലും തലവൻ വിളിക്കുന്നെന്ന് പറഞ്ഞപ്പം പിന്നെ സുർജയ്ക്ക് പോകേണ്ടി വന്നു. സുർജാക്കോ ദേഖ്തേ ഹി ബൽറാം സിംഗ് ചീഖാ. अंटी में 4 पैसे आ गए तो अपनी औकात भूल गया. സുർജയെ കണ്ടുടനെ ആ തലവൻ അങ്ങ് ദേഷ്യപ്പെട്ട് പറയും, നിൻ്റെ കയ്യിൽ 4 പൈസ വന്നപ്പോൾ നീ നിൻ്റെ നിലയും വിലയും മറന്നോ? बल्हारों को यहाँ इसलिए नहीं बसाया था कि हमारी छाती पर हवेली खड़ी करेंगे. എനിക്ക് ബൽഹാറായ നിങ്ങളെ ഇവിടെ താമസിക്കാൻ സ്ഥലം തന്നത് ഞങ്ങളുടെ നെഞ്ചത്ത് വലിയ കൊട്ടാരം വെക്കാനല്ല. വഹ ജമീൻ ജിസ് പർ തും രഹത്തെ ഹോ ഹമാരെ ബാപ് ദാദോं की है. ഞങ്ങളുടെ പൂർവികരുടെയാണ് ആ സ്ഥലം നിങ്ങളിപ്പോൾ താമസിക്കുന്നത്. ജിസ് ഹാൽ മേ ഹോ രഹത്തെ രഹോ, കിസി കോ എത്രാസ് നഹീ ഹോഗാ. सिर उठा के खड़ा होने की कोशिश करोगे तो गांव से बाहर कर देंगे. ഇപ്പം നിങ്ങൾ ഏത് പൊസിഷനിലാണോ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി, ഉള്ളതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതല്ല നിങ്ങളിവിടെ വേറെ വീടൊക്കെ വെക്കാൻ പോവുകയാണെങ്കിൽ അഗർ തും സിർ ഉഠാക്കെ ഖടാ ഹോനെ കോശിഷ് കരോഗെ തോ ഗാവ് സെ ബാഹർ കർ ദേങ്കെ. നിങ്ങളെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഉള്ള സിറ്റുവേഷനിൽ ജീവിച്ചോണം. ബൽറാം സിംഗ് കാ ഏക് ശബ്ദ് बुझे तीर की तरह सुरजा के जिस्म को छलनी छलनी कर गया था. सुरजा की आँखों के सामने जिंदगी के खट्टे मीठे दिन नाचने लगे. ബൽറാം സിംഗ് ആ തലവൻ ഇങ്ങനത്തെ ഒരു വാചകം പറഞ്ഞത് ശരിക്കും നെഞ്ചത്ത് അമ്പ് വന്ന് കൊള്ളുന്ന പോലാണ് സുർജയ്ക്ക് തോന്നിയത്. സുർജാക്കി ആँखों के सामने जिंदगी के खट्टे मीठे दिन नाचने लगे. ജീവിതത്തിലെ പണ്ടത്തെ ഓരോ ഓർമ്മകൾ, ഈ ഗ്രാമത്തിൽ വന്ന് താമസിച്ച് ജീവിച്ച ഓരോ ഓർമ്മകൾ സുർജയ്ക്ക് വരും. ജैसे कल ही की बात हो, क्या नहीं किया सुरजा ने इस गांव के लिए.
और बलराम चुनाव के दिनों में एक एक वोट के लिए कैसे मिन्नतें करता था। तब സുർജ ബൽഹാർ नहीं സുർജ താവു ഹോ ജാത്താ था. അപ്പോൾ ഇയാൾ ആലോചിക്കുകയാണ്, ഇലക്ഷന് നിന്നപ്പം ഈ തലവനാവാനുള്ള ഇലക്ഷന് നിന്നപ്പം ഈ ബൽറാം എന്തൊരു സോപ്പിടിയിലായിരുന്നു. ആ സമയത്ത് ബൽഹാർ എന്ന് വിളിക്കത്തില്ല സുർജാനെ, സുർജ താവു എന്ന് വിളിക്കും. സുർജാനെ एक सर्द सांस छोड़ी, बिना कोई जवाब दिए वापस चल दिया. बलराम सिंह ने आवाज़ देकर रोकना चाहा, लेकिन वह रुका नहीं. സുർജ തിരിഞ്ഞങ്ങ് നടന്നു. സുർജയ്ക്ക് അങ്ങ് ദേഷ്യവും വിഷമവും. അപ്പോൾ ബൽറാം സിംഗ് പുറകെ നിന്ന് നിൽക്കാൻ പറയാണ്, പക്ഷെ നിൽക്കുന്നില്ല. സുർജ അങ്ങ് പോയി. ബൽറാം സിംഗ് की चीख अब गालियों में बदल गई, जो बाहर तक सुनाई पड़ रही थी. പിന്നെ അങ്ങോട്ടങ്ങ് ചീത്തവിളി പോലൊക്കെ എന്തൊക്കെയോ ഈ തലവൻ വിളിച്ച് പറയുന്നത്. സുർജ അതൊന്നും കേൾക്കാൻ നിന്നില്ല. സുർജ അങ്ങ് തിരിഞ്ഞ് നടന്നു. घर पहुँचते ही सुरजा ने कल्लन से कहा, तू सच कहे वे था कल्लू, यूँ गांव रहने लायक ना है. उसकी लंबी मूछें गुस्से में फड़फड़ा रही थी, आँखों के कोर भीगे हुए थे. വീട്ടിൽ വന്ന ഉടനെ സുർജ മോനോട് പറയും, മോൻ പറഞ്ഞാൽ ശരി, ഈ ഗ്രാമം ആക്ച്വലി താമസിക്കാൻ കൊള്ളുന്ന ഒരു സ്ഥലം അല്ല. बापू अभी भी कुछ नहीं बिगड़ा, ये ईंटें तो कोई भी खरीद लेगा, ये मकान बनने नहीं देंगे. കല്ലൻ പറയും, അച്ഛാ ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല, കുറച്ച് ഇഷ്ടിക ഇറക്കിയെന്നേ ഉള്ളൂ, അത് നമുക്ക് ആർക്കെങ്കിലും മറിച്ച് വയ്ക്കാം. कल्लन ने सुरजा को समझाने की कोशिश की, लेकिन सुरजा ने भी जिद पकड़ ली थी. वह झुकेगा नहीं, जो होगा देखा जाएगा, उसने मन ही मन दोहराया. പക്ഷേ സുർജ വാശിയിലായിരുന്നു. സുർജ ഇനി എന്ത് സംഭവിച്ചാലും ഈ വീട് പണിതട്ടേ തീരൂ എന്നുള്ളൊരു വാശിയിലായിരുന്നു. ना बेटे मकान तो अब बन के रहेगा, जान दे दूंगा, पर यूं गांव छोड़ के ना जाऊंगा. सुरजा ने गहरे आत्मविश्वास से कहा. വളരെ ആത്മവിശ്വാസത്തോടുകൂടി സുർജ പറയും, ഇല്ല ഇല്ല, ഇനി ഇതൊരു എനിക്കൊരു വാശിയാണ്, ഞാൻ എൻ്റെ ജീവൻ പോയാലും ഞാൻ ഇവിടെ തന്നെ വീട് വെക്കും. कल्लन अजीब सी दुविधा में फंस गया था. भावावेश में आकर वह ईंटें तो ले आया था, पर गांव के हालात देखकर उसे डर लग रहा था. ഇപ്പം കല്ലൻ മകൻ ഇപ്പം ആകെ ഒരു കൺഫ്യൂഷനിലായി. ചെകുത്താൻ്റെയും കടലിൻ്റെ ഇടയ്ക്കായി. ഒരു വശത്ത് അച്ഛൻ വാശി പിടിച്ച് നിൽക്കുന്നു, ഇവിടെ വീട് പണിതേ പറ്റൂന്ന്. മറുവശത്ത് ഗ്രാമത്തിലെ മറ്റെല്ലാവരും ഒറ്റക്കെട്ടായിട്ട്. गांव के हालात देख कर उसे डर लग रहा था. ഗ്രാമത്തിലെ ഓരോ സിറ്റുവേഷൻസ് കണ്ടിട്ട് അവന് പേടിയാവുമായിരുന്നു. पत्नी सरोज और बेटी सलोनी साथ आ गए थे, लेकिन सलोनी को यहाँ आते ही बुखार हो गया था. വൈഫും മകളും കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷേ മകൾക്ക് 10 വയസ്സുള്ള മകൾ സലോനിക്ക് പനിയായിരുന്നു. सरोज के पास जो 2-4 गोलियाँ थी वे दे दी थी सलोनी को, लेकिन बुखार कम नहीं हुआ था. सरोज का मन घबरा रहा था. वह लगातार कल्लन से जाने की जिद कर रही थी. അപ്പം മകൾക്ക് പനിയായത് കാരണം കല്ലൻ്റെ വൈഫ് സരോജ് നിരന്തരം പറയാറ്, നമുക്ക് തിരിച്ചു പോകാം, നമുക്കിതിലൊന്നും ഇവിടൊന്നും ഇത് വീടൊന്നും പണിയണ്ട. बेकार यहाँ मकान पर पैसा लगा रहे हो, सन तो हमारे संग रहेगी, ബാപ്പു കോ സംജാओ. അപ്പോൾ വൈഫും പറഞ്ഞ്, നമുക്ക് ഈ നാത്തൂനെ കൂടെ കൊണ്ടുപോവാം, വിധവയായ നാത്തൂൻ കൂടെ ഉണ്ട്, കൊണ്ടുപോവാം, നമുക്ക് ഡൽഹിയിൽ കൊണ്ടുപോവാം, അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്ക്. लेकिन कल्लन सुरजा को समझाने में असमर्थ था. उसने सरोज से कहा, अब आखिरी वक्त में बापू का जी दुखाना क्या ठीक होगा? നീ ലാസ്റ്റ് മൊമെൻറ്റിൽ അച്ഛനെ മനസ്സ് വിഷമിപ്പിക്കുന്ന എനിക്ക് താല്പര്യമില്ല എന്ന് ഇയാൾ തറപ്പിച്ച് പറയും. सरोज चुप हो गई थी. सुरजा ने रात भर जाग कर ईंटों की रखवाली की थी. एक पल के लिए भी आंखें नहीं झपकी थी. सुबह होते ही वह साबिर मिस्त्री को बुलाने चल दिया था. अब നോക്കൂ, സുർജ വാശിക്ക് ഇവിടെ തന്നെ വീട് വെക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അയാൾക്ക് പേടിയായി തുടങ്ങി. രാത്രി മുഴുവനും ആ ഇഷ്ടികയ്ക്ക് കാവലിരുന്ന്. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിലിറക്കിയ ഇഷ്ടിക വല്ലൊരു ആപത്ത് വരുത്തുവോ, വല്ലൊരു കൊണ്ടുപോകുമോ എന്നൊക്കെ പേടിച്ച്, ഈ ഗ്രാമവാസികളെ പേടിച്ച് രാത്രി മുഴുവനും അയാൾ ഉണർന്ന് കാവലിരിക്കും. एक पल के लिए भी आंखें नहीं झपकी थी. सुबह होते ही वह साबिर मिस्त्री को बुलाने चल दिया था. അങ്ങനെ രാവിലെ ആയപ്പം തന്നെ മേശ്രിയെ വിളിക്കാൻ പോവും.
सुरजा को डर था कहीं कोई उसे उल्टी सीधी पट्टी न पढ़ा दे. उसे अब किसी पर भी विश्वास नहीं था. എന്തിനാണ് അതിരാവിലെ പോകുന്നത്? കാരണം സാബിർ മേസ്രി വരാമെന്നേറ്റു. പക്ഷേ ഇനി ഈ ഗ്രാമവാസികൾ അയാളെയും ചെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കും. ബൽഹാറിന് ആരും വീട് വെച്ചു കൊടുക്കരുതെന്ന് പറയും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അയാൾ മനസ്സ് മാറുന്നതിന് മുമ്പേ അയാളെ കാണാൻ പോകും. सलोनी का बुखार कम नहीं हो रहा था. सरोज ने कल्लन से किसी डॉक्टर को बुलाने के लिए कहा. गांव भर में सिर्फ एक डॉक्टर था. കല്ലൻ ഉസെ ഹി ബുലാനെ കെ ലിയെ ചൽ ദിയ. ഒരു വശത്ത് മകളുടെ പനി മാറുന്നില്ല. കല്ലൻ ഗ്രാമത്തിലാകെ ഒരു ഡോക്ടറേ ഉള്ളൂ. അയാളുടെ അടുത്തേക്ക് ഓടിപ്പോവും. കല്ലൻ को देखते ही डॉक्टर ने मना कर दिया. सामान्य पूछताछ करके कुछ गोलियां पुड़िया में बांध कर दे दी. कल्लन ने बहुत मिन्नतें की. डॉक्टर साहब एक बार चल के तो देख लो. കല്ലനെ കണ്ട ഉടനെ പേരിന് വേണ്ടി കുറച്ച് മരുന്നുകൾ നോക്കി. ആളിനെ കാണുമ്പോൾ തന്നെ ജാതി വെച്ചിട്ടാണ് ഡോക്ടർ വരെ പെരുമാറുന്നത്. ഏതാണ്ടൊക്കെ ഒരു മരുന്ന് എടുത്തു കൊടുത്തിട്ട് പറയും പോയിക്കൊള്ളാൻ പറയും. കല്ലൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്യും മകളെ വന്ന് ഒരു നോക്കൊന്ന് കാണാൻ. പക്ഷേ ഡോക്ടർ പറയും പറ്റത്തില്ല എന്ന്. അവസാനം കല്ലൻ പറയും ഓക്കെ ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാം. നെഹി നെഹി യഹാ മത് ലാന, കൽ സെ മേരി ദുകാൻ ഹി ബന്ദ് ഹോ ജായേഗി. യഹ മത് ഭൂലോ തും ബൽഹാർ ഹോ. നോക്കിയേ, ഡോക്ടർ, ഇത്രയും പഠിപ്പും വിവരമുള്ള ഡോക്ടർ വരെ പറയുന്നത് എന്താണ്? ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. കാരണം ബൽഹാർ ജാതിയിലെ ഒരാൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ആൾക്കാർ വരാതാവും, പിന്നെ മറ്റുള്ളവർ ഇവിടെ കയറാതാവും. ഡോക്ടറിനെ സാഫ് സാഫ് ചേതാവനി ദി, യേ ദവാ ഉസേ ഖിലാ ദോ ഠീക്ക് ഹോ ജായേഗി. ഇപ്പോൾ ഡോക്ടർ പേരിന് വേണ്ടി കുറച്ച് മരുന്നും കൊടുക്കും. ഇത് ഒരുപാട് പഴയ സ്റ്റോറിയൊന്നും അല്ല കേട്ടോ. ഇത് 1980s 90s ഉള്ള സ്റ്റോറിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. कल्लन निराश लौट आया था. डॉक्टर ने जो गोलियां दी थी वे भी असरहीन थी. बुखार से बदन तप रहा था. तेज़ बुखार के कारण वह लगातार बड़बड़ा रही थी. വീട്ടിൽ മകളുടെ സിറ്റുവേഷൻ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പനി കാരണം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്തോയും സരോജും രണ്ടുപേരും ഈ കൊച്ചിനെ ശുശ്രൂഷിച്ച് അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. संतो उसकी सेवा टहल में लगी थी. 1 मिनट के लिए भी वहाँ से नहीं हटी थी. सरोज की चिंता बढ़ रही थी. उसके मन में तरह तरह की शंकाएं उठ रही थी. സരോജിന് ആകെ ടെൻഷനാവുമായിരുന്നു. കാരണം സിറ്റിയിലായിരുന്നെങ്കിൽ ഇത്രയും ജാതി പ്രശ്നം അന്വേഷിക്കപ്പെടില്ല, ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സരോജിന് മകളെയും കൊണ്ട് എത്രയും വേഗം ടൗണിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻ എന്താണ്? മകളുടെ പനി കൂടിക്കൊണ്ടിരിക്കുന്നു, മരുന്നുകൾക്കൊന്നും ഒരു എഫക്റ്റും ഇല്ല. ഇവരിങ്ങനെ വിഷമിച്ച് ഈ കുട്ടിയുടെ ചുറ്റിനും ഇരിക്കുന്നു. ഓം പ്രകാശ് വാൽമീകിജിയുടെ ശവയാത്ര എന്ന ഈ കഥ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്നും നിലനിൽക്കുന്ന കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ വളരെ വികൃതമായ ഒരു മുഖമാണ് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഈ കഥയുടെ ലാസ്റ്റ് പാർട്ട് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണാം എങ്ങനെ ഒരു താമ ജാതിയിൽപ്പെട്ട ബൽഹാർ ജാതിയിൽപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, അതും വേറൊരു താന്ന ജാതി, ചമാർ ജാതിയും താന്ന ജാതിയാണ്, അവരിൽ നിന്നുണ്ടാവുന്ന ഒരു അനുഭവം, അതാണ് ഏറ്റവും വിചിത്രം. ദലിത് റൈറ്റർ ഓം പ്രകാശ് വാൽമീകിയുടെ കഥ ശവയാത്രയുടെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടു ഒരു ഗ്രാമത്തിൽ, ഒരു ദളിതരുടെ ഗ്രാമം, അതിൽ തന്നെ ബൽഹാർ പരിവാറിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി. അവിടുത്തെ പയ്യൻ കല്ലനുമായിട്ട് ഈ ചമാർ ജാതിയിൽപ്പെട്ട ആൾക്കാർ സംസാരിക്കാറില്ല, ഇടപെടാറില്ല. കല്ലൻ്റെ അച്ഛൻ സുർജയുടെ ആഗ്രഹം ഒരു ഉറപ്പുള്ള വീട് പണിയണമെന്ന്. അത് ഗ്രാമവാസികൾ എങ്ങനെ തടയുന്നു, അവരെ കൊണ്ടാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കാവോ അതെല്ലാം അവർ ചെയ്യുന്നു. എന്തിനധികം പറയുന്നു, കല്ലൻ്റെ മകൾ 10 വയസ്സുള്ള സലോനിക്ക് അസുഖം വളരെയധികം മൂർച്ഛിച്ചിട്ടും ഡോക്ടർ ഒന്ന് വന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഡോക്ടറിൻ്റെ
ക്ലിനിക്കിലേക്ക് മകളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പം അത്രയും വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി പറഞ്ഞതെന്താണ്? യഹ് മത് ഭൂലോ തും ബൽഹാർ ഹോ, നീ ബൽഹാർ ജാതിയിൽപ്പെട്ട ആളാണെന്ന് നീ മറക്കരുത്. ഇപ്പോൾ ജാതി വെച്ചിട്ടാണ് ഒരു വ്യക്തിയെ ഡോക്ടർ പോലും ചികിത്സിക്കുന്നത്. സുർജ സുബഹ കാ ഗയാ ദോപഹർ ബാദ് ലോട്ടാ ഥാ, അതിരാവിലെ സുർജ പോയതാണ്. ഈ വയസ്സായ വ്യക്തി രാത്രി മുഴുവനും തൻ്റെ വീട്ടിന് മുറ്റത്തിറക്കിയിട്ടിരിക്കുന്ന ആ ഇഷ്ടികയ്ക്ക് കാവലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു, ഗ്രാമവാസികൾ അതിനെന്തെങ്കിലും ആപത്ത് വരുത്തുമെന്ന്. അതിരാവിലെ എണ്ണീറ്റ് പോയിരിക്കുകയാണ് സാബിർ മിസ്ത്രിയെ വിളിക്കാൻ. ഥക്കാഹാര ഹതാശ് ലോട്ടാ ഥാ, പോയ ആവേശമൊന്നും വരവിനില്ല, വളരെ ക്ഷീണിച്ച് വിഷമിച്ച് വന്നിരിക്കുകയാണ്. ഉസേ ഇസ് ഹാൽ മേ ദേഖ് കർ കല്ലൻ ने पूछा, क्या हुआ बापू? सुरजा ने निढाल स्वर में कहा, होना क्या था, मिस्त्री कहीं दूर रिश्तेदारी में गया है. എന്താവാനാണ്, സാബിർ മിസ്ത്രി അവിടെങ്ങും ഇല്ല. ചോദിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താണ്? ഏതോ ദൂരെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. 10-15 दिन बाद ആവേഗ, 10-15 ദിവസത്തേക്ക് ഇനി അയാളെ പ്രതീക്ഷിക്കേണ്ട പോലും. ബേട്ടെ മുझे न लगे अब वो आवेगा, മോനെ എനിക്ക് തോന്നുന്നില്ല ഇനിയും അവൻ വരുമെന്ന്. സുർജാനെ അപ്നെ മൻ കി ഹതാശ ജാഹിർ കി, തൻ്റെ മനസ്സിൻ്റെ വിഷമം സുർജ തുറന്നു പറയും. ക്യോं बापू, हम तो उसकी मेहनत का पैसा उसे पेशगी दे रहे थे, फिर भी वह मुकर गया. എന്താ അച്ഛാ, നമ്മൾ അയാൾക്ക് അയാളുടെ കൂലി അഡ്വാൻസായിട്ട് കൊടുക്കാമെന്ന് വരെ പറഞ്ഞല്ലോ. ഫിർ ഭി വോ മുക്കർ ഗയ, എന്നിട്ടും അയാൾ പറ്റില്ല എന്ന് പറഞ്ഞോ. കല്ലനെ താസുബ് ജാഹിർ കിയ, വളരെ അതിശയത്തോടുകൂടി കല്ലൻ പറയും. ഗാവ് കെ ഹി കിസി നെ ഉസെ റോക്കാ ഹോഗ, സാബിർ ऐसा ആദ്മി തോ നാ ഹെ. അപ്പം അച്ഛൻ പറയും, ഗ്രാമത്തിലുള്ള ആരെങ്കിലും അവനെ പേടിപ്പിച്ച് കാണും, അവനോട് പറഞ്ഞു കാണും, നീ ആ ബലഹാറുകൾക്ക് വീട് വെച്ച് കൊടുക്കുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയാക്കുമെന്ന്. വോ ऐसा ആദ്മി നാ ഹെ, സാബിർ ബേസിക്കലി ഒരു നല്ല മനുഷ്യനാണ്. वह भी उनसे डर गया दिखे. सुरजा ने गहरे अवसाद में डूब कर कहा, दोनों गहरी चिंता में डूब गए थे. രണ്ടുപേരും അച്ഛനും മകനും വളരെയധികം വിഷമിച്ച് ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. അച്ഛനും മകനും വളരെയധികം വിഷമത്തിലായി. സലോനി का जी कैसा है, सुरजा ने पूछा. उसकी तबीयत ज़्यादा ही बिगड़ गई है, अस्पताल ले जाना पड़ेगा, കല്ലൻ ने चिंता व्यक्त की. അപ്പം സലോനിയുടെ അസുഖം ഭേദമായോ എന്ന് ചോദിക്കുമ്പോൾ എന്താ കല്ലൻ പറയുന്നത്? അയ്യോ, അതങ്ങ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയേ പറ്റൂ. കിസി ഝാഡ് ഫൂങ്ക് വാലേ കോ ബുലാऊं, കहीं കുച്ച് ഓപ്പറ നാ ഹോ, സുർജാനെ മൻ കി ശങ്ക ജതായി. നമുക്ക് എന്തെങ്കിലും കൂടോത്രം ചെയ്യുന്നവരെ വിളിക്കാം, കാരണം ഇവർ അധികം പഠിത്തമില്ലാത്തവരാണ്, വിദ്യാഭ്യാസം ഇല്ല. അപ്പോൾ സുർജയ്ക്ക് അതേ അറിയൂ, മന്ത്രവാദികളെയൊക്കെ വിളിച്ച് ശരിയാവുന്ന സുർജ വിചാരിച്ചിരിക്കുന്നത്. नहीं बापू, मैं कल सुबह ही उसे लेकर शहर जाऊंगा, बस आज की रात ठीक ठाक कट जाए. ഇല്ലച്ചാ, നാളെ രാവിലെ ഞാൻ കൊണ്ടുപോവാണ് മോളെ, ഇന്ന് രാത്രി എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. കല്ലൻ കെ സ്വർ മേ ഗഹരി പീഡ ഭരി ഹുയി थी. സുർജാനെ ഉസെ ഢാഡസ് ബന്ധായ. കല്ലന് ശരിക്കും അങ്ങ് വിഷമം വന്നു. അയാൾ പറയും, ഇല്ല, ഞാൻ നാളെ രാവിലെ തന്നെ മകളെ ആശുപത്രിയിലേക്ക് ടൗണിൽ കൊണ്ടുപോകാം. पूरी रात जागते हुए कटी थी. सलोनी की तबीयत बहुत ज़्यादा बिगड़ गई थी. सुबह होते ही कल्लन ने सलोनी को पीठ पर लादा. രാത്രി മുഴുവൻ ഇവർ ഉറങ്ങിയില്ല, ഈ വയ്യാത്ത കുട്ടിയുടെ ചുറ്റിനും ഇരുന്നു. അതിരാവിലെ കുട്ടിയെ എടുത്തുകൊണ്ട് തോളയിലേറ്റിക്കൊണ്ട് പോയി. उसके इर्द गिर्द ठीक से कपड़ा लपेटा. सरोज साथ थी. वे धूप चढ़ने से पहले शहर पहुंच जाना चाहते थे. അച്ഛനും അമ്മയും കല്ലനും സരോജും ഈ മകളെ തോളിലേറ്റി, ഒരു തുണിയിൽ പൊതിഞ്ഞ് തോളിലേറ്റി, ഈ വയ്യാത്ത പനിക്കുന്ന മകളെയും കൊണ്ട് ഇവർ ടൗണിലേക്ക് യാത്ര തിരിക്കും അതിരാവിലെ. शहर गांव से लगभग 8-10 किलोमीटर दूर था.
आने जाने का कोई साधन नहीं था। कल्लन ने गांव के संपन्न चमारों से बैलगाड़ी मांगी थी, लेकिन बलहारों को वे गाड़ी देने को തയ്യാർ नहीं थे. അപ്പോൾ ഈ വയ്യാത്ത കുട്ടിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ആശുപത്രി ടൗണിലാണ്. ടൗണ് 8-10 കിലോമീറ്റർ ദൂരെയാണ്. ഗ്രാമത്തിൽ ചെന്ന് ആ കൂട്ടത്തിൽ ഇച്ചിരി സമ്പത്തുള്ള ചമാർ കുടുംബങ്ങളോട് ചെന്ന് ചോദിക്കും, ഈ കാളവണ്ടി ഒന്ന് തരുമോ എന്ന്. പക്ഷെ ആരും കൊടുക്കത്തില്ല. ബലഹാറോं को वे गाड़ी देने को तैयार है. അവിടെയും ഇവരുടെ ജാതിയാണ് പ്രശ്നം. ബലഹാറുകൾക്ക് കാളവണ്ടി കൊടുക്കാൻ ആരും തയ്യാറല്ല. पीठ पर लाद कर सलोनी को ले चलना कठिन हो रहा था. वह बार बार पीठ से नीचे की ओर लुढ़क रही थी. कल्लन की पत्नी सहारा देते हुए उसके पीछे पीछे चल रही थी. ഇപ്പം തോളിലേറ്റി ഈ 10 വയസ്സുള്ള കുട്ടിയെ 8-10 കിലോമീറ്റർ നടക്കാമെന്ന് വെച്ചാൽ നല്ല ഭാരിച്ച ഒരു ജോലിയായിരുന്നു. എങ്ങനെയെങ്കിലും ഇവർ വിഷമിച്ച് എത്രയും വേഗം ടൗണിലെത്താൻ നടക്കുകയാണ്. वे जल्दी से जल्दी शहर पहुंचना चाहते थे, लेकिन रास्ता काटे नहीं कट रहा था. അവർ എത്രയും വേഗം ടൗണിലെത്താൻ ആഗ്രഹിച്ചു, പക്ഷേ നടന്നിട്ടും ടൗൺ എത്തുന്നില്ല. जैसे जैसे धूप चढ़ रही थी, सलोनी का जिस्म निढाल हो रहा था. उसकी सांसें धीमी पड़ गई थी. शहर लगभग आधा किलोमीटर दूर रह गया था. अचानक कल्लन को लगा जैसे सलोनी का भार कुछ बढ़ गया है. അങ്ങനെ തോളിലേറ്റി കല്ലൻ ഈ മകളെ തോളിലേറ്റി വയ്യാത്ത മകളെയും കൊണ്ട് ഏകദേശം ടൗൺ എത്താറായി. 8-10 കിലോമീറ്റർ ദൂരെയുള്ള ഷെഹർ, അതിൽ നിന്ന് എത്താൻ ഇനി 1/2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്കിന് പെട്ടെന്ന് കല്ലന് തോന്നി മകൾക്ക് ഭാരം അല്പം കൂടുന്നത് പോലെ തോന്നി. ബുഖാർ സെ തപ്താ ജിസ്മ ഠണ്ടാ പട് ഗയാ ഥാ. അതുപോലെ ആ ശരീരം അങ്ങ് തണുത്ത് വിറങ്ങലിക്കുന്നു. അത്രയും നേരം പനിച്ച് ചൂടെടുത്ത് ഇരുന്ന ശരീരം പെട്ടെന്ന് അങ്ങ് തണുത്ത പോലെ. ഉസ്നെ സരോജ് സെ കഹാ, ദേഖോ തോ സലോനി ഠീക് തോ ഹൈ. അയാൾ ഭാര്യയോട് പറയും, ഒന്ന് നോക്കിയേ മോൾക്ക് എങ്ങനെ ഉണ്ടെന്ന്. സലോനി കെ ശരീർ മേ കോയി സ്പന്ദൻ ഹി നഹീ ഥാ. സരോജ് ദഹാड़ मार कर चीख पड़ी थी, मेरी बेटी को क्या हो गया, देखो तो यह हिल क्यों नहीं रही, उसने रोते हुए कहा. സരോജ് നോക്കിയപ്പോൾ മകൾ അനങ്ങുന്നില്ല, ജീവൻ പോയിരിക്കുകയാണ്. തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന മകളുടെ ശരീരം. മേരി ബേട്ടിക്കോ ക്യാ ഹോ ഗയാ, ദേഖോ തോ യ ഹിൽ ക്യോ നഹി രഹി. നോക്ക് എൻ്റെ മകൾക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. കല്ലൻ ने സലോനി को पीठ से उतार कर सड़क के किनारे लिटा दिया था. കല്ലൻ മകളെ താഴെ ഇറക്കി റോഡിൻ്റെ വക്കത്ത് കിടത്തും. വഹ ഹതാശ് ഠഗാസ ഖടാ ഥാ. വളരെയധികം വിഷമിച്ച് ഒരു ഞെട്ടി അച്ഛൻ നിന്നു. കാരണം താൻ കണ്ടു നിൽക്കെ തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മകളെ രക്ഷിക്കാൻ. ഉസ്കെ അന്തസ് മേ ഏക് ഹഡ്കം സി മച്ച് ഗയി थी. 10 वर्ष की जीती जागती सलोनी उसके हाथों में ही मुर्दा जिस्म में बदल गई थी. 10 വയസ്സുള്ള മകൾ അയാൾ കണ്ടു നിൽക്കെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സബ് കുച്ച് ഉസ്കെ ആँखों के सामने घटा था. എല്ലാം അയാൾ കണ്ടിരിക്കെ തന്നെ. പനി വരുന്നു, പനി കൂടുന്നു, ഡോക്ടർ കാണാൻ കൂട്ടാക്കുന്നില്ല, കാളവണ്ടി തന്നില്ല, ടൗണിലെത്താൻ പറ്റിയില്ല, മകൾ മരിക്കുകയാണ്. വേ ജോർ ജോർ സെ ചീഖ് കർ റോ രഹേ थे. रास्ता सुनसान था. उनकी चीखें सुनने वाला भी कोई दूर दूर तक नहीं था. അവർ രണ്ടുപേരും നിലവിളിക്കാൻ തുടങ്ങി. മകൾ മരിച്ചിരിക്കുകയാണ്, പക്ഷേ വഴിയിലെങ്ങും ആരുമില്ല. സുൻസാൻ രാസ്ത ഥാ, വളരെ എം ടി ആയിട്ടുള്ളൊരു വഴിയായിരുന്നു. ദൂർ ദൂർ തക് കോയി നഹീ ഥാ, ആരെയും കാണാനുമില്ല മനുഷ്യരെ. വേ കാഫി ദേർ ഇസി തരഹ ബൈഠേ റോത്തെ രഹേ. ഉൻഹേ സൂझ ഹി നഹീ രഹാ ഥാ ക്യാ കരേ. എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടി അവർക്ക് കിട്ടുന്നില്ലായിരുന്നു. സടക് കിനാരെ കച്ചേ രാസ്തേ പർ സലോനി കെ ശവ് കോ ലിയേ വേ തടപ് രഹേ थे. കാഫി ദേർ ബാദ് ഏക് വ്യക്തി ഷെഹർ കി ഓർ സെ ആതാ ദിഖായി പടാ. കുറേ നേരം അങ്ങനെ ഇരുന്ന് അവർ എന്ത് ചെയ്യണമെന്നറിയാതെ, മകളുടെ ഈ ഒരു ബോഡിയായിട്ട് എന്ത് ചെയ്യണേ, കരയണോ നിലവിളിക്കണോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പം ദൂർ സേ ഏക് വ്യക്തി ആതാ ദിഖായി ദിയ. അപ്പോൾ ഏതോ ഒരു മനുഷ്യൻ ആ ടൗണിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നു. ഉൻഹേ ഉമ്മീദ് കി ഏക് ഝലക് ദിഖായി ദി.
शायद आने वाला उनकी कोई मदद करे. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവർക്കൊരു ഇത്തിരി ആശ്വാസമായി. കാരണം ഒരു മനുഷ്യനാണ് എന്തായാലും വരുന്നത്, ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമായിരിക്കും എന്ന് കരുതി. राहगीर क्षण भर उनके पास रुका, लेकिन बिना कुछ कहे आगे बढ़ गया. जो राहगीर था, जो राह से आने वाला व्यक्ति था, വഴിപോക്കൻ, അയാൾ കുറച്ച് നേരം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അയാൾക്ക് കാര്യം കിട്ടിക്കാണും. ഏതായാലും കുട്ടി മരിച്ചിരിക്കുന്നു എന്ന് അയാൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഒന്നും പറയാതെ അയാൾ അങ്ങ് നടന്ന് നീങ്ങി. ഷായദ് ഉസ്നെ ഉन्हें पहचान लिया था, उसी गांव का था. कल्लन को लगा ഇൻസാൻ കി ജാത് ഹി സബ് കുച്ച് ഹെ. അയാൾക്ക് ആക്ച്വലി കല്ലനെ ഭാര്യയെ മനസ്സിലായി കാണും. അതേ ഗ്രാമത്തിലുള്ള വ്യക്തിയായിരുന്നു. അപ്പം നോക്കിയേ, ഒരു കാക്ക തൻ്റെ കൂട്ടത്തിലുള്ള കാക്കയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പം നമ്മൾ കാണാറുണ്ടല്ലേ, കാക്ക കൂട്ടം അങ്ങ് ഒന്നാകെ ഇളകും. എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും ഒരു കാക്ക ചത്ത് വീണത് കണ്ടാൽ. ഇവിടെ മനുഷ്യജാതിയിൽപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. കണ്ടിട്ട് കൂടി കാണാത്ത പോലെ അങ്ങ് നടന്നു പോകും. കാരണം എന്താണ്, അയാൾക്ക് മനസ്സിലായി ഇയാൾ ബൽഹാർ ജാതിയിൽപ്പെട്ട ആളാണെന്ന്. ആഖിർ വേ ഉഠേ और बेटी का शव कंधों पर रख कर गांव की ओर लौट चले. പിന്നെ അവർക്ക് മനസ്സിലായി ഇനി അവരുടെ മകൾ മരിച്ചെന്ന് പറഞ്ഞാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അവർ വന്ന പോലെ മകളുടെ ശവവുമായിട്ട് തിരിച്ച് നടക്കും. അത്രയും 8-10 കിലോമീറ്റർ ഇനിയും തിരിച്ച് നടക്കണം. कंधों पर जितना बोझ था उससे कहीं ज़्यादा बोझ उनके भीतर समाया हुआ था. തോളയിൽ അവരുടെ തോളയിൽ എത്ര ഭാരമുണ്ടോ അതിനേക്കാളും ഭാരം അവരുടെ മനസ്സിലായിരുന്നു. സലോനി കെ ബച്പൻ കി കിൽക്കാരിയാ രഹ രഹ കർ ഉൻകി സ്മൃതിയോ മേ കുലാച്ചേ ഭർ രഹി थी. ആ മകളുടെ ബാല്യകാലത്തിലെ കിൽക്കാരിയ, പൊട്ടിച്ചിരികൾ, അതെല്ലാം അവരുടെ സ്മൃതി, അവരുടെ ഓർമ്മയിൽ ഇങ്ങനെ തികട്ടി വരികയായിരുന്നു. ഭാരി മൻ സേ വേ സലോനി കാ ശവ് ഉഠായെ ഗാँव की ओर बढ़ रहे थे. रास्ता जैसे खत्म ही नहीं हो रहा था. ഭാരിച്ച മനസ്സുമായിട്ട് അവരെങ്ങനെയെങ്കിലും തൻ്റെ മകളുടെ ശവവുമായിട്ട് ഗ്രാമത്തിലേക്ക് നടന്നിട്ടും അവർക്ക് ഗ്രാമം എത്തുന്നില്ല. ജിतना समय शहर के पास पहुँचने में लगा था उससे ज़्यादा गाँव पहुँचने में लग रहा था. ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് നടന്നെത്താനെടുത്ത സമയത്തേക്കാളും ഇരട്ടി സമയമെടുക്കുന്നു തിരിച്ചെത്താൻ. കാരണം അവരുടെ മനസ്സ് വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. സരോജ് കാ ഹാലത് बहुत ही चिंताजनक थी. वह सिर्फ घिसट रही थी. टूट तो कल्लन भी गया था, लेकिन किसी तरह स्वयं को संभाले हुए था. सरोज अधमरी सी हो गई थी. उससे चला नहीं जा रहा था. സരോജ് അമ്മ തികച്ചും അങ്ങ് മനസ്സുകൊണ്ട് അങ്ങ് തളർന്നു. എങ്ങനെയെങ്കിലും ഘിസട്ട് റഹീത്തി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന പോലെ എങ്ങനെയെങ്കിലും മനസ്സോടെ നടക്കുകയായിരുന്നു ഗ്രാമത്തിലേക്ക്. ഉസ്സെ ചലാഹി നഹി ജാ രഹാ ഥാ, വോ അധ്മരി സി ഹോ ഗയി ഥി. പാതി മരിച്ച പോലെയായിരുന്നു അവിടെ അവസ്ഥ. സുർജാനെ ഉन्हें दूर से ही देख लिया था, पहचाना तो उन्हें पास आने पर ही. അപ്പോൾ സുർജ നോക്കിയപ്പം മകനും മരുമകളും തിരിച്ചു വരുന്നു. അടുത്ത് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. दूर से आती आकृतियों को देख कर उसने अंदाज लगा लिया था. वे जिस तरह सलोनी को ला रहे थे देख कर उसका माथा ठनका. അപ്പോൾ ആ മകളെ തോളിലേറ്റി വരുന്ന ആ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി മകൾ മരിച്ചു പോയെന്നുള്ളത്. സലോനി മരിച്ചു എന്ന് സൂർജയ്ക്ക് മനസ്സിലായി. वह घर से निकलकर सड़क तक आ गया था. सलोनी का शव देखकर वह स्वयं को नहीं संभाल पा रहा था. वह तड़प उठा था. സലോനിയുടെ ഈ ഒരു സലോനി മരിച്ചെന്നറിഞ്ഞ് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൂപ്പന്. സുർജ നിലവിളിക്കാൻ തുടങ്ങി. ജമീൻ पर 2 हथड़ मार कर वह रोने लगा था. തറയിലിരുന്ന് കൈ അടിച്ചടിച്ചയാൾ നിലവിളിക്കാൻ തുടങ്ങി. कल्लन की आँखों से भी बेतहाशा आंसू बह रहे थे. उनका रोना धोना सुनकर संतो भी आ गई थी. उन्हें ढाढ़स बंधाने वाला कोई नहीं था. ഇവരുടെ കരച്ചിൽ കേട്ട്
സന്തോ ഓടി വന്ന് 4 പേരും നിലവിളിക്കാൻ തുടങ്ങി. शहर से लौटने में उन्हें वैसे ही समय ज़्यादा हो गया था. किसी को बुलाने के लिए भी समय नहीं था. रात भर इंतज़ार करने की स्थिति में नहीं थे. कल्लन चाहता था कि शाम होने से पहले ही ദാഹ സംസ്കാർ ഹോ ജായ്. ഇപ്പോൾ ടൗണിൽ നിന്ന് തിരിച്ചു വന്നപ്പം തന്നെ ഒരുപാട് ലേറ്റായി. കിസിക്കോ ബുലാനെ കെ ലിയെ ഭി സമയം നെയ് താ. ആരെയും വിളിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ രാത്രി മുഴുവനും ഇങ്ങനെ ബോഡി വെക്കുന്നതും ശരിയല്ല. കല്ലൻ ചാത്താ താ കി ഷാം ഹോനെ സെ പെഹലെ ഹി ദാഹ സംസ്കാർ ഹോ ജായ്. അപ്പോൾ കല്ലൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, രാത്രിയാവുന്നതിന് മുമ്പേ ദാഹ സംസ്കാരെല്ലാം ചെയ്യാവും. സലോനി കെ ശവ് കോ ദേഖ് കർ സരോജ് ബാർ ബാർ ബേഹോഷ് ഹോ രഹി ഥി. അമ്മ സരോജ് മകളുടെ ഈ ബോഡി കണ്ട് നിരന്തരം തലകറങ്ങി വീഴുകയായിരുന്നു. സമസ്യ थी लकड़ियों की. दाह संस्कार के लिए लकड़ियाँ उनके पास नहीं थी. सुरजा और संतो लकड़ियों का इंतज़ाम करने के लिए निकल पड़े थे. ഇനി ഈ ശവസംസ്കാരം നടത്താൻ, ഇത് കത്തിക്കാൻ, ദഹിപ്പിക്കാൻ, ഇത് ശവസംസ്കാരം നടത്താൻ ഇവരുടെ കയ്യിൽ വിറകില്ലായിരുന്നു. അത് ലക്കടിയ കളക്ട് ചെയ്യുന്ന ജോലിയും അതിനുവേണ്ടി ഇവർ എങ്ങനെയെങ്കിലും ഇത് കത്തിക്കാനുള്ള വിറക് കഷ്ണം അന്വേഷിച്ച് ഇറങ്ങി. उन्होंने चमारों के दरवाज़ों पर जाकर गुहार लगाई थी, लेकिन कोई भी मदद करने को तैयार नहीं था. घंटा भर भटकने के बाद भी वे इतनी लकड़ी नहीं जुटा पाए थे कि ठीक से दाह संस्कार हो सके. ചമാറുകളുടെ അടുത്ത് പോയി വിറകിന് വേണ്ടി അപേക്ഷിക്കും, പക്ഷെ ആരും അവരെ ഹെൽപ്പ് ചെയ്തില്ല. അവസാനം ഇവരെന്ത് ചെയ്യും? ഘർ മേ ഉപ്പലെ ഥേ, സന്തോനെ കഹ ലക്കടിയോ കി ജഗ ഉപ്പിലെ ഹി ലേ ജാओ. നമ്മൾ ഇവർ ചാണകം ഉണക്കി ഇങ്ങനെ കൗ ഡങ്ക് കേക്ക് പോലെ ആക്കി വെക്കും, ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ, പാചകത്തിന്. അതെടുത്തുകൊണ്ട് പോകും ഈ ദാഹ സംസ്കാർ നടത്താൻ. चमारों का श्मशान गांव के निकट ही था, लेकिन उसमें बलहारों को अपने मुर्दे फूंकने की इजाज़त नहीं थी. कल्लन की माँ के समय भी ऐसी ही समस्या आई थी. ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്മശാനം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ചമാറുകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ ഒക്കൂ, ബൽഹാറുകൾക്ക് അവിടെ സമ്മതിക്കില്ല. കല്ലൻ്റെ അമ്മ മരിച്ചപ്പോഴും ഇതേ ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഗ്രാമത്തിൽ നിന്ന് മാറി 3-4 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്താണ് ഇവർ ദാഹ സംസ്കാർ നടത്തേണ്ടത്. ഇത്തനി ദൂർ സലോനി കെ ശവ് കോ ലേ ജാന, ലക്കടി उपले भी ले जाने थे. सुरजा और कल्लन के अलावा कोई नहीं था जो इस कार्य में ഹാത്ത് ബട്ടാ സക്താ ഥാ. അപ്പോൾ ഇവർക്ക് ഈ കുട്ടിയുടെ ബോഡി കൊണ്ടുപോകണം 3-4 കിലോമീറ്റർ. പിന്നെ ഈ വിറക്, പിന്നെ ഈ ഉപ്പിലെ, ഈ ചാണകത്തിൻ്റെ ഈ കേക്ക്, ഉണങ്ങിയ ചാണകത്തിൻ്റെ ആ ഉപ്പിലെ, അത് കൊണ്ടുപോകണം. ഇവർ 4 പേരുണ്ടാകെ. बल्हारों के मुर्दे को हाथ लगाने या शव यात्रा में शामिल होने गांव का कोई भी व्यक्ति नहीं आया था. അതിശയം നോക്കട്ടെ, ഈ ഒരു ശവയാത്രയിൽ ബൽഹാറിൻ്റെ കുട്ടിയായത് കാരണം ഗ്രാമത്തിലെ ആരും തന്നെ വന്നില്ല. ജാത്ത് ഉൻകാ രാസ്ത റോക്ക് രഹി ഥി. ജാതി അവരെ അവരുടെ വഴി തടയുമായിരുന്നു. ജാതി എന്നൊരു സംഭവം അവരുടെ വഴി തടയുമായിരുന്നു. कल्लन ने काफ़ी कोशिश की थी. वह रविदास मंडल डॉक्टर अंबेडकर युवक सभा के लोगों से जाकर मिला था, लेकिन कोई भी साथ आने को तैयार नहीं था. കല്ലൻ കുറച്ചുകൂടെ പുരോഗമനവാദികളായ ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നതാണ് ഈ രവിദാസ് മണ്ഡൽ, അതുപോലെ ഡോക്ടർ അംബേദ്കർ യുവക് സഭ. പുരോഗമന ചിന്താഗതിയുള്ളവരാണ് അവർക്ക് നേരിടുന്ന, അവർ ദളിതരാണ്, അവർക്ക് നേരിടുന്ന സവർണരിൽ നിന്ന് നേരിടുന്ന ഓരോ ഇൻസൾട്ടുകൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലാണ് രവിദാസ് മണ്ഡലും ഡോക്ടർ അംബേദ്കർ യുവക് സഭായും. ലേക്കിൻ കോയി ഭി സാത്ത് ആനെ കോ തയ്യാർ നഹീ. അവർ പോലും ഇവരുടെ കൂടെ വരാൻ തയ്യാറായില്ല. കിസി ന കിസി ബഹാനെ വേ സഭി കന്നി കാട്ട് ഗയേ ഥേ. ഓരോരോ പേര് പറഞ്ഞ് അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. रेलवे कॉलोनी में अंबेडकर जयंती के भाषण उसे याद आने लगे थे.
उसने उन तमाम വിചാരോं को झटक दिया था. അപ്പോൾ കല്ലൻ ആലോചിക്കും, റെയിൽവേ കോളനിയിൽ ഇതുപോലെ ദളിതരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിലവർ അംബേദ്കർ ജയന്തി ആകുമ്പോൾ വലിയ നീണ്ട പ്രഭാഷണങ്ങളൊക്കെ നടത്തും. ദളിതർ നേരിടുന്ന, സവർണരിൽ നിന്ന് നേരിടുന്ന ഓരോ ഇൻസൾട്ടും, ജാതിയുടെ പേരിൽ അവരെ മാറ്റി നിർത്തുന്ന ഓരോ സംഭവങ്ങളെ പറ്റിയൊക്കെ വലിയ നീണ്ട പ്രഭാഷണങ്ങളൊക്കെ ഓരോരുത്തർ പറയും. ഇപ്പം അത് ഓർക്കുമ്പം കല്ലന് ദേഷ്യവും വൈരാഗ്യവും വരും. गहरी वितृष्णा उसके भीतर उठ रही थी. उसे लगा वे तमाम भाषण खोखले और बेहद बनावटी थे. അയാൾക്ക് തോന്നി ആ സ്പീച്ചെല്ലാം അർത്ഥം ഇല്ലാത്ത, അയാൾക്ക് തോന്നി ആ സ്പീച്ചെല്ലാം വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ്, ഖോഖലെയാണ്, ഹോളോ ആണ്, ഉള്ളിലൊന്നുമില്ല. ബേഹദ് ബനാവട്ടി, വെറും ആർട്ടിഫിഷ്യൽ സ്പീച്ചാണ്. കാരണം ദളിതർ അവിടെ പ്രഭാഷണം നടത്തുന്നത് അവർ സവർണരിൽ നിന്ന് നേരിടുന്ന ഓരോ അന്യായങ്ങൾക്കെതിരെ അവർ പ്രതികരിക്കുകയാണ്. ഇവിടെ ആ ചമാർ, ആ ദളിതർ തന്നെ ഇതേ അന്യായം ബൽഹാരോട് കാണിക്കുകയാണ്. അപ്പോൾ ഈ സ്പീച്ചിനൊക്കെ എന്താ അർത്ഥം? കല്ലൻ ने सुरजा से कहा, बापू और देर मत करो. उन दोनों ने कपड़े में लिपटे सलोनी के शव को उठा लिया था. स्त्रियों के श्मशान जाने का रिवाज बल्हारों में नहीं था, लेकिन संतों और सरोज के लिए इस रिवाज को तोड़ देने के अलावा कोई और रास्ता नहीं बचा था. അപ്പോൾ ഈ ഒരു ശവയാത്രയിൽ പങ്കെടുക്കാൻ ഈ 4 പേര് മാത്രമേ ഉള്ളൂ. ഇവരുടെ ബൽഹാർ കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ ശ്മശാനത്തിൽ പോകുന്ന രീതിയില്ല, അങ്ങനത്തെ ഒരു കസ്റ്റമില്ല. പക്ഷേ ഇവിടെ ഈ വിറക് കഷ്ണങ്ങൾ കൊണ്ടുപോകണം, ഉപ്പില്ല, ഈ ഉണങ്ങിയ ചാണകം കൊണ്ടുപോകണം, ഈ കുട്ടിയെ കൊണ്ടുപോകണം, മരിച്ച കുട്ടിയെ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാം കൂടെ 4 പേരേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കസ്റ്റം തെറ്റിച്ചുകൊണ്ട് സന്തോയും സരോജും ശ്മശാനത്തിലേക്ക് നടക്കും. संतों लकड़ियों का गट्ठर सिर पर रख कर हाथ में आग और हांडी उठा लिए थे. पीछे पीछे सरोज उपलों से भरा टोकरा लिए चल पड़ी थी. നോക്കി അമ്മ, ആ മരിച്ച കുട്ടിയുടെ അമ്മ ഈ ഉപ്പലയായിട്ട്, ഈ കുട്ടിയുടെ അപ്പച്ചി വിറക് കഷ്ണവും തീയുമായിട്ട്, പിന്നെ ഈ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും ആ കുട്ടിയുടെ ബോഡിയായിട്ട് ഈ ശ്മശാന ഭൂമിയിലേക്ക് നടക്കുകയാണ്. इस शव यात्रा को देखने के लिए ചമാറിനെ अपनी छतों पर चढ़ गई थी. ഈ ഒരു ശവയാത്ര കാണാൻ വേണ്ടി ഈ ചമാർ ജാതിയിലുള്ള സ്ത്രീകളെല്ലാം അവരവരുടെ പെരപ്പുറത്ത് കയറി ഇങ്ങനെ കാഴ്ച കാണുക. उनकी आँखों के कोर भीगे हुए थे लेकिन बेबस थी, अपने अपने दायरे में कैद. അവർക്കിവരോട്, അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്, അവർക്കിവരോട് സഹതാപമുണ്ട്. പക്ഷേ വേ അപ്നെ അപ്നെ ദായരെ മേ കേദ്, അവരവരുടെ ലിമിറ്റേഷനുള്ളിൽ നിന്നുകൊണ്ട് അവർക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ. അവരവരുടെ ലിമിറ്റിൽ ഉള്ളിൽ നിന്നുകൊണ്ട്, അവരുടെ ലിമിറ്റ് എന്താണ്? ഈ ജാതി ആണ് അവരുടെ ലിമിറ്റ്. അതിനപ്പുറം അവർക്ക് ബൽഹാറുടെ ഒരു ശവയാത്രയിൽ പങ്കെടുക്കാൻ അവർ അലൗഡല്ല. बल्हार तो आखिर बल्हार ही थे, अपने ही नहीं, उन्हें तो दूसरों के मुर्दे भी ढोने की आदत थी. ബൽഹാറുകളല്ലേലും ബൽഹാറാണ്, അവരവരുടെ ഡെഡ് ബോഡിയും തോളിലേറ്റും മറ്റുള്ളവരുടെ ഏറ്റും, അവർക്കതൊരു ശീലമാണ്. ചമാറോं का गाँव और उसमें एक बल्हार परिवार. അപ്പം വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഓം പ്രകാശ് വാൽമീകിയുടെ സ്റ്റോറിയാണ് ശവയാത്ര. ചമാറോं का गाँव और उसमें एक बल्हार परिवार. ദളിതരുടെ ഗ്രാമം, അതിൽ ഒരു ബൽഹാർ കുടുംബത്തിൻ്റെ ഈ ഒരു ശവയാത്ര വളരെ ട്രാജിക്കായിട്ടുള്ളത്. മോഡേൺ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സത്യമാണിത്. ഇത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇത്, ഈ ജാതി വ്യവസ്ഥ വളരെ സ്ട്രോങ് ആയിട്ട്, ഡീപ്പ് റൂട്ടഡായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ പാലിക്കപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ്. അത് ഹൈലൈറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഈ ശവയാത്ര. വളരെയധികം കാര്യം വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയായിരുന്നു. താന്ന ജാതിക്കാർ തന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെയും അയിത്തം വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ശവയാത്ര സ്റ്റോറിയുടെ ക്രിട്ടിക്കൽ അനാലിസിസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും പ്രോബബിൾ ക്വസ്റ്റ്യൻസും പിന്നെ റൈറ്ററിനെ പറ്റിയും അതർ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോ അപ്ലോഡിങ്ങിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.